പുഴക്കരയിൽ ഇരുന്ന് ആശ മാളൂട്ടിക്ക് ഉറക്കെ പാട്ട് പാടിക്കൊടുക്കുകയാണ്. കുഞ്ഞിന്റെ കയ്യിലെ പ്ലാസ്റ്റർ വെള്ളത്തിൽ നനയരുത്, അതുകൊണ്ട് തന്നെ മാളൂട്ടിക്കൊപ്പം ആശയും പാറപ്പുറത്തിരിപ്പാണ്. അല്ലെ ഹോസ്പിറ്റലിൽ ഉപയോഗിച്ച ഡ്രസ്സ് എല്ലാം കൂട്ടിയിട്ട് അലക്കുന്നു. അജിത്തും മനുവും വന്ന പടെ വെള്ളത്തിലേക്ക് ചാടിയതാണ്. ആശ മോൾക്കൊപ്പം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിലിപ്പോ മാളൂട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങണമെന്നും പറഞ്ഞ് വാശി പിടിച്ചേനെ. ആശയ്ക്ക് മോളെ ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കാൻ നന്നായി അറിയാം. അതൊരു കണക്കിന് അല്ലിക്ക് നല്ല ആശ്വാസമാണ്. ആർക്കാടി ആശ കിട്ടാഞ്ഞത്? മനു കുസ്തൃതയുടെ ആശയം നോക്കുന്നതോടൊപ്പം അല്ലിയുടെ മേലേക്ക് വെള്ളം തെറിപ്പിച്ചു. ഐഷ്, മനുവേട്ടാ അടങ്ങിയിരുന്നോട്ടോ, മാറിയിടാൻ പോലും ഞാനൊന്നും എടുത്തിട്ടില്ല, പറഞ്ഞേക്കാം. അല്ലി തിരിഞ്ഞിന്ന് മനുവിന് നേരെ കണ്ണോട്ടി. മനു ഊറി ചിരിച്ചുകൊണ്ട് അവൾക്ക് അരികിലേക്ക് വന്നു. അല്ലി കണ്ണോട്ടി ചുറ്റും നോക്കി. പിള്ളേർക്ക് നിൽപ്പുണ്ട്. ആശ മാളൂട്ടി കളിപ്പിക്കുന്ന തിരക്കിലാണ്. അജിത്ത് അവിടെ വെള്ളത്തിൽ മുങ്ങാങ്കുഴിയിട്ട് ഇരിപ്പാണ്. മനു അവളുടെ അരികിലേക്ക് വന്നു. ദേ, കളിക്കാൻ നിൽക്കല്ല കേട്ടോ, എല്ലാരും ഉണ്ട്. അല്ലി അവളുടെ കയ്യിലെ അലക്ക് സോപ്പ് അവന്റെ ദേഹത്തേക്ക് എറിഞ്ഞു. മനു കുസൃതിയുടെ മേശ പിരിച്ച ആ സോപ്പും മറുകൈകൊണ്ടൊക്കെ ആശു പിടിച്ചു. ഇങ്ങനെ കട്ട് തിന്നാൻ ഒരു പ്രത്യേക രസമല്ലി, നിനക്കത് അറിയാഞ്ഞിട്ടാ. മനു പതിഞ്ഞ താളത്തിൽ പറഞ്ഞപ്പോൾ അല്ലിയുടെ മുഖം ചുവന്നു പോയി. അവളൊന്നും മിണ്ടാതെ അവന്റെ കയ്യിൽ നിന്ന് ആ സോപ്പും തട്ടിപ്പറിച്ചിട്ട് തിരിഞ്ഞു നിന്ന് തുണി അലക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അലക്കി തീർത്ത മുഴുവൻ തുണികളും കുറച്ചു കഴിഞ്ഞപ്പോൾ അജിത്തും മനുവും കരയിലേക്ക് കയറി. എടി ആശ, നേരെ ഇരുട്ടി, കുഞ്ഞിനെയും കൊണ്ടിങ്ങ് വന്നേ നീ. അവര് വന്നോളും, അമ്മ ഉമ്മർത്തിന്ന് വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കി ആശ മാളുട്ടിയും കോരിയെടുത്ത് നടന്നു. ഞാൻ പോവാ ചേച്ചി, അലക്കി കഴിഞ്ഞു വാ കേട്ടോ. പോകുന്ന പോക്കിൽ വിളിച്ചു പറഞ്ഞു ആശ. ഒപ്പം തന്നെ അജിത്ത് നടന്നു. വീട്ടിൽ ആവണി അമ്മയുടെ വർത്തമാനം പറഞ്ഞിരിപ്പുണ്ടാകും. പോയി ചുമ്മാ ചൊറിയാമെന്ന ഉദ്ദേശത്തിൽ അവനും ആശയ്ക്ക് പിന്നാലെ നടന്നു. അലക്കി എല്ലാ തുണികളും ബക്കറ്റിലേക്ക് എടുത്തു വെച്ച് അല്ലയും പാറപ്പുറത്തേക്ക് കയറി. എന്റെ തല തുവർത്തി താടി. മനു അവന്റെ കയ്യിലുള്ള നനഞ്ഞ തോർത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അല്ലത് വെള്ളത്തിൽ ഒന്നുകൂടെ മുക്കിപ്പിഴിഞ്ഞ് അവന്റെ തലയിൽ തോർത്തി കൊടുത്തു. അവൻ അവൾക്ക് പാകത്തിനായി കുഞ്ഞു നിന്നു. ഒപ്പം കുസൃതിയോടെ ഇടുപ്പിൽ നുള്ളും വെച്ചു കൊടുത്തു. മനുവേട്ടാ, വേദന എടുക്കുന്നുണ്ട് കേട്ടോ, അല്ലി കുറച്ച് കടുപ്പിച്ച് തന്നെ പറഞ്ഞു. ഓഹോ, വേദനിക്കുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് അവിടെ ഇക്കിളിയാക്കി. അല്ലി പുളഞ്ഞുപോയി. ഒപ്പം അവനെ പിന്നിലേക്ക് തള്ളി. എവിടെ ഒന്നനങ്ങുന്നു പോലുമില്ല. അവളെയും ചുറ്റിപ്പിടിച്ച് അങ്ങനെ നിന്നു മനു. പുഴക്കരയിൽ അവർ മാത്രമേ ഉള്ളൂ. സായസന്ധ്യ പതിയെ മയങ്ങി തുടങ്ങുകയാണ്. കടും ചുവപ്പ് നിറമുള്ള വാനം, അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അപ്പോഴാണ് പുഴയുടെ അങ്ങേ വശം നിറഞ്ഞു നിരുന്ന പോതപ്പുലിനിടയിൽ പൂത്തു നിൽക്കുന്ന പൂവരശ് അവൻ ശ്രദ്ധിക്കുന്നത്. ഇരു പൂവരശിനിടയിലൂടെ ഒരു വഴി കാട്ടിനിടയിലേക്കുണ്ട്. അവനത് കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ആ വഴി എങ്ങോട്ടാണ്? അവൻ അല്ലിയെ നോക്കി ചോദിച്ചു. അത് മുത്തശ്ശിക്കാവിലേക്കാണ്, അല്ലി ചിരിയോടെ പറഞ്ഞപ്പോൾ മനു സംശയത്തോടെ നോക്കി. ആ വഴി നേരെ പോയാൽ ഒരു കുഞ്ഞു കാവ് കാണാം, മുത്തശ്ശിക്കാവ്. നമുക്കൊരിക്കൽ പോണം മനുവേട്ടാ, നല്ല ഭംഗിയാണ് കാണാൻ. അല്ലി വിടർന്ന കണ്ണുകളോടെ പറഞ്ഞപ്പോൾ മനു പുഞ്ചിരിച്ചു. മാളുട്ടിയുടെ മുറിവ് മാറട്ടെ, നമുക്ക് അവിടെ പോകാം, മനു നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ശേഷം പതിയെ എഴുന്നേറ്റു. അവനൊപ്പം അല്ലിയും എഴുന്നേറ്റു. ആരെ വിളിച്ചു പറഞ്ഞതറിഞ്ഞ് സിനി ഹോസ്പിറ്റലിൽ എത്തുന്നത്. അവൾ ധൃതിയിൽ നടക്കുമ്പോൾ കാഷ്വാലിറ്റിയിൽ ജോസഫിനെ കിടത്തിയിട്ടുണ്ട്. വല്ലാത്ത രൂപമാണത്, ചോരയിൽ കുളിച്ച്. ഒരു വട്ടമേ സിനി ആ രൂപം കണ്ടുള്ളൂ. അവൾ മുഖം തിരിച്ചുപോയി. വിവരമറിഞ്ഞ് ആര്യ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. ആര്യ ജോസഫിന്റെ ഒപ്പം നിൽപ്പുണ്ട്. സിനി വന്നത് കണ്ടപ്പോൾ ആര്യയ്ക്ക് ആശ്വാസമായി. അവൾ സിനിക്കരികിലേക്ക് നടന്നു. നിങ്ങൾ വരുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ, എന്നാ പോട്ടെ. ആര്യ സിനി ആശ്വാസത്തോടെ നോക്കി. സിനി അത് കേൾക്കെ ഒരു സൈഡ് കൊട്ടി ചിരിച്ചു. ചത്തുവെന്നാരോ പറഞ്ഞു, സത്യമാണോ എന്നറിയാൻ വന്നതാ. കണ്ടു, ഞാൻ പോകുന്നു. ആദർശ ഭാര്യയുടെ റോൾ ഞാൻ ചെയ്യുമെന്ന് വിചാരിക്കണ്ട, അതൊക്കെ പണ്ട്. നോക്കാൻ കഴിയില്ലെങ്കിൽ ഇവിടെ ഇട്ടോ. ഇയാളെ തന്തോരുത്തനുണ്ട്, അയാൾ കൊണ്ടുപോയിക്കോളും. സിനി അത്രയും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് നടന്നുപോയി. ആര്യ പകപ്പോടെ അവൾ പോന്നു നോക്കി നിന്നു. വല്ലാത്ത പക അവിടെ ഉള്ളിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ഒപ്പം താൻ വലിയൊരു കെണിയിലാണ് പെട്ടെന്ന് ചിന്തിച്ചവൾ നിന്നു. മാളുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് കയറിയത് മാഷ ആദ്യം ശ്രദ്ധിച്ചത് പരിചയമില്ലാതെ കുറച്ച് ചെരുപ്പുകൾ ഉമ്മർത്തെ സ്റ്റെപ്പിൽ കിടക്കുന്നതാണ്. അവൾ അകത്തേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് പതി അകത്തേക്ക് കയറി. അമ്പലക്കമ്മറ്റിൽ നിന്ന് പിരിവിന് വന്നതാണ്. മാളൂട്ടിക്ക് അപകടം പറ്റിയതറിഞ്ഞ് അതുകൂടി അറിയാൻ വന്നതാണ്. കമ്മറ്റിക്കാർക്കൊപ്പം ബീച്ചുവിനെയും കണ്ടെങ്കിലും അവൾ പ്രത്യേക ഭാവമാറ്റം ഒന്നുമില്ലാതെ കുഞ്ഞിനെയും പിടിച്ച് മാറി നിന്നും. മാളൂട്ടിയെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു അമ്മേ. അവൾ പോണത് കണ്ട പിന്നാലെ ബീച്ചു പതിയെ എണീറ്റു. അമ്മ കുഞ്ഞിനെ എടുത്ത് കാര്യമായ സംസാരത്തിലാണ്. അവളോട് പറഞ്ഞാൽ മതി മോനെ, അവൾ എടുത്തു തരും. ആശയുടെ അമ്മയുടെ വാക്ക് കേട്ടതും ബീച്ചു തലയാട്ടി അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചു. അജിത്തിന്റെ കൂടെ വന്നത് അവൻ അവിടെ എല്ലാം നല്ല പരിചയമാണ്. ആശ തിരിഞ്ഞിന്ന് എന്തോ പണിയിലാണ്. കാലനക്കം കേട്ടതും അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ബീച്ചു അവളെ പൊക്കിയെടുത്തിരുന്നു. വിടടാ, എടോ വിടാൻ. ആശ കുതറിക്കൊണ്ട് അവന്റെ പുറന്നിട്ട് നല്ല ഇടി വെച്ചു കൊടുത്തു. പക്ഷെ വിച്ചു അത് കാര്യമാക്കാതെ അവളെ കാലുകൾ കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചു.
നിനക്കെന്താ എന്നോട് മിണ്ടിയാൽ? വിച്ചു അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ ദേഷ്യത്തോടെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ പോയി നിന്റെ മറ്റൊരോട് പറയടാ. ശബ്ദം താഴ്ത്തി അവനെ നിന്നിട്ട് ഒരു കുത്തും വെച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ ഊറിച്ചിരിച്ചു. വലിയ ഗമയിൽ നടക്കുന്നുണ്ടെങ്കിലും പെണ്ണിനപ്പോൾ പൊള്ളുന്നുണ്ട് താൻ മേഘയുടെ കൂടെ നടക്കുന്നത്. എന്റെ മറ്റവൾ ആരാണെന്ന് നീ പറഞ്ഞതാ? ഞാൻ പോയി പറഞ്ഞോളാം. വിച്ചു തന്റെ വിരലുകൾ കൊണ്ട് അവളെ നെറ്റിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് വിറച്ചുപോയി. വീറോട് പലതും പറയുമെങ്കിലും വിച്ചു അടുത്തേക്ക് വരുമ്പോൾ വ്യതിചലിക്കുന്ന ഹൃദയതാളം അവളെ പലപ്പോഴും തളർത്തുന്നുണ്ട്. ഓ, അതിനാണോ ആളെ കിട്ടാത്തത്? ആ മേഘ പിന്നെയുണ്ടല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും. പറഞ്ഞു തീർന്നതേ ഓർമ്മയുള്ളൂ. അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്ത് കീശുണ്ടിൽ അമർത്തി ചുംബിച്ചു വിച്ചു. പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് തന്നെ ആശയുടെ കണ്ണ് തള്ളിപ്പോയി. ഒരു മിന്നായം പോലെ അടുക്കള വാതിൽക്കൽ മനം നിൽക്കുന്നത് കണ്ട് അപ്പോഴേക്കും വിച്ചു അളന്ന് മകന്നു മാറി. ആശ ഒന്നുകൂടെ വാതിൽക്കലേക്ക് നോക്കി. മനുവിനെ കാണുന്നില്ല. തനിക്കിനി തോന്നിയതാണോ? ഒപ്പം വിച്ചുവിനെ കൂർപ്പിച്ചു നോക്കി ആശ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്, നിന്റെ പിന്നാലെ അല്ലാതെ വേറെ ആടെയും പിന്നാലെ ഞാൻ നടന്നിട്ടില്ലെന്ന്. പിന്നെ മേഘ അവളെന്റെ അനിയത്തിയാണ്. നിന്നെ ചൊടിപ്പിക്കാനാണ് അവൾ ഓരോന്ന് ചെയ്യാറ്. വേണമെങ്കിൽ വിശ്വസിക്ക്. അവളെ തറയ്ക്കിട്ടൊരു കിഴുക്കും വെച്ചു കൊടുത്ത് മുണ്ടും മടക്കി കുത്തിക്കൊണ്ട് വിശു നേരെ ഉമ്മരത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയ വഴിയെ ചെന്ന് നോക്കിയ ആശ മനു എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അവനും മല്ലിയും ഉമ്മർത്തുണ്ട്. മനു വിച്ചുവിനോടെന്തോ സംസാരിക്കുന്നു. ആശയുടെ മുഖം ചുളിഞ്ഞു. മനസ്സിൽ പേടി തോന്നി. മനുവേട്ടൻ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്നം ആവുകയുള്ളൂ. അജിത്തേട്ടൻ അറിഞ്ഞാൽ, അച്ഛൻ അറിഞ്ഞാൽ ആശ അറിയുന്ന നെഞ്ചിൽ കൈവെച്ചു പോയി. അപ്പോഴേക്കും അവർ സംസാരം നിർത്തി ഇറങ്ങിക്കഴിഞ്ഞിരുന്നു. മനുവും മല്ലിയും അകത്തേക്ക് കയറിപ്പോയി. മനുവിന്റെ മുഖത്ത് പ്രത്യേക ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ കണ്ടപ്പോൾ ആശയ്ക്ക് സംശയമായി. ഇനി മനുവേട്ടനെ കണ്ടതുപോലെ തനിക്ക് തോന്നിയതാണോ? ആശയാകെ തലവെരുക്കുന്നു. ഒപ്പം വിച്ചു പറഞ്ഞ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി. ഓർത്തപ്പോൾ അറിയാതെ ചുണ്ടിൽ ചെറുപുഞ്ചിരി. അല്ലിക്കൊപ്പം നടന്ന മനു ഒന്ന് തിരിഞ്ഞു നോക്കി. അവൻ നോക്കുമ്പോൾ എന്തോ ആലോചിച്ചിരിക്കുന്ന ആശയാണ് കാണുന്നത്. അവനെന്തോ മനസ്സിലായി എന്ന അർത്ഥത്തിൽ താളത്തിൽ തലയാട്ടി അകത്തേക്ക് കയറിപ്പോയി. ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനുള്ള തിരക്കിലാണ്. ചാരുവാണെങ്കിൽ രാവിലെ ഒന്നും വെച്ചിരുന്നില്ല വീട്ടിൽ. ധൃതിക്കൊണ്ട് ഒന്നിന് സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ടുവരാതെയാണ് അവൾ വന്നിരുന്നത്. എല്ലാവരും ആഹാരപ്പൊതി തുറന്നപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അവൾ പോകുന്നത് അപ്പുറത്തെ ബെഞ്ചിലിരുന്ന് വിവേക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ ടിഫിൻ എടുത്ത് അവൾക്ക് പിന്നാലെ പുറത്തേക്ക് നടന്നു. പുറത്തെത്തിയതും ചാരുവിനെ കാണുന്നില്ല. വിവേക് സംശയത്തോടെ ചുറ്റും നോക്കി. അപ്പോഴതാ വാഗച്ചൂട്ടിലെ പഴയ ബെഞ്ചിലിരിക്കുന്നു. വിവേക് പുഞ്ചിരിയോടെ അവൾക്കരികിലേക്ക് നടന്നു. അവളെ കണ്ടാലറിയാം ഈ ലോകത്തൊന്നും അല്ലെന്ന്. എന്താണ് ടീച്ചറെ, നല്ല ആലോചനയിലാണല്ലോ. വിവേക് അതും പറഞ്ഞ് എതിരെ ചെന്നിരുന്നു. ചാരി പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും ഞെട്ടിയതുപോലെ പകപ്പോടെ അവനെ നോക്കി. ഒരിക്കലും വിവേകിനെ അവളോടെ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളൊരു മങ്ങിയ ചിരി ചിരിച്ചു. വിവേകത്തിന്റെ ചോറ്റും പാത്രം അവൾക്ക് നേരെ നീട്ടി. ഇന്നൊന്നും കൊണ്ടുവന്നില്ലെന്ന് എനിക്കറിയാം. വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. യാതൊരു മടിയുമില്ലാതെ അവൻ നീട്ടുന്നത് കണ്ടപ്പോൾ അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. എനിക്ക് വേണ്ട മാഷേ, വിശപ്പില്ല, അവൾ മടിയോടെ പറഞ്ഞു. ഏയ്, അത് കള്ളം. മടി വിചാരിക്കണ്ട. ഒന്നുമില്ലെങ്കിലും സ്നേഹം കൊണ്ട് ടീച്ചറെ അളിയന്റെ കയ്യിൽ നിന്ന് 2 തല്ല് കൊണ്ടതല്ലേ ആ ബന്ധം നമ്മൾ തമ്മിൽ. വിവേക് പറയുന്നത് കേട്ടപ്പോൾ ചാരുവിന് വല്ലാതെയായി. താൻ കാണാം. സോറി മാഷേ, വീണ്ടും ക്ഷമ ചോദിക്കുന്നു. മനഃപൂർവ്വമല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണ്. അവൾ പറയുന്നത് കേൾക്കെ വിവേക് ചിരിച്ചു. സാരില്ലടോ, എനിക്കറിയാം. തൽക്കാലം സോറി ഞാൻ എടുക്കണമെങ്കിൽ ഈ ഫുഡ് ഷെയർ ചെയ്ത് നമുക്ക് കഴിക്കാം. എന്തേ? അവരൊന്നും പറഞ്ഞ് ചോറ്റുപാത്രം തുറന്നു. ചാരുവൊന്നും മടിച്ചെങ്കിലും ഒരാൾ ഭക്ഷണം നീട്ടുമ്പോൾ എങ്ങനെ വേണ്ടെന്ന് പറയുകയെന്ന് കരുതി പോയി കൈ കഴുകി വന്നു. ഇരുവരും പകത്ത് കഴിക്കുവാൻ ആരംഭിച്ചു. ആ ആള് പിന്നെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ലല്ലോ? വിവേക് ഔചാരികതയോടെ ചോദിച്ചു. അവളതിന് ഇല്ലെന്ന് തലയാട്ടി. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും ടീച്ചർ മറ്റൊരു ലോകത്താവും. എന്താണ് ഇങ്ങനെ കാര്യമായി ചിന്തിച്ചു കൂട്ടുന്നത്? അവനിടയ്ക്ക് അവളുടെ മുഖത്തേക്ക് പതർച്ചയോടെ നോക്കി. അവൾ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആരോടും പറയാത്ത എന്തൊക്കെയോ അവളിലുണ്ട്. ചാരി ചെറുപുഞ്ചിരിയോടെ അവനെ നോക്കി. ആലോചിക്കാനാണോ നമ്മൾ മനുഷ്യർക്കില്ലാത്തത് മാഷേ? അവൾ അലസമായി പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് തീർത്തും ഒഴിഞ്ഞുമാറ്റമെന്ന് പറയും. അവൻ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. അവൾക്ക് തമാശയാണ് തോന്നിയത്. കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് മാഷേ. അവൾ ഭംഗിയായി പുഞ്ചിരിച്ചു. അവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി. സൂര്യന്റെ വെട്ടത്തിൽ അവളുടെ എണ്ണമയമുള്ള മുഖം ഒന്നുകൂടെ തിളങ്ങിയിട്ടുണ്ട്. ഭക്ഷണം ഒത്തിരി നന്നായിരുന്നു എന്ന് അമ്മയോട് പറയണം. അവൻ നോക്കി നിൽക്കുമ്പോൾ അവൾ കൈപാത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് ഞെട്ടി അവളെ നോക്കി. ഇത്ര നേരം താൻ അവളെ നോക്കിയിരിക്കുകയായിരുന്നത് അവനെ വല്ലാത്ത ജാളിത നിറച്ചു. ചാരു അവനിൽ നിന്നും ഓടി ഒളിക്കും പോലെ എഴുന്നേറ്റ് ധൃതിയിൽ നടന്നാകുന്നു. അവളുടെ പോക്ക് വിവേക് ചെറു പുഞ്ചിരിയോടെ പാത്രം കൊണ്ട് എണീറ്റു. വല്ലാത്തൊരു സ്ത്രീ തന്നെ, അവൻ പുഞ്ചിരിയോടെ പുറു വീർത്തു. ഹോസ്പിറ്റലിൽ വരാന്തയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകിനെ പോലെ നടക്കുകയാണ് ആര്യ.
ജോസഫ് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. ഇപ്പൊ തന്നെ ഹോസ്പിറ്റൽ ചെലവ് ആര് വിചാരിച്ചതിലും കൂടുതലായിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ വന്നാൽ തനിക്ക് പോകാമായിരുന്നു. ജോസഫിന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അയാൾ ഇതുവരെയും വന്നിട്ടില്ല. സിനിയെ കല്യാണം കഴിക്കുന്നതിനോട് ജോർജ് മുതലാളിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ജോസഫിന്റെയും സിനിയുടെയും പ്രണവിവാഹമായതുകൊണ്ട് തന്നെ അച്ഛനും മകനും തമ്മിൽ നല്ല വഴക്ക് നടന്നിരുന്നു. അതിനുശേഷം ഒരു എടുത്തുചാട്ടത്തിനാണ് സിനിയെ വിവാഹം കഴിച്ചത് ജോസഫ്. അതോടെ അച്ഛനുമായി ജോസഫ് ആകുന്നു. വാശിക്ക് അവനും പുറകിലല്ലായിരുന്നു. പക്ഷെ സിനിയോടുള്ള ദിവ്യ പ്രേമം കൊണ്ടൊന്നുമല്ല, പകരം ചാരു അവളെയും കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ജോസഫ് സിനിയെ വിവാഹം കഴിച്ചത്. പിന്നീട് അവൻ ഉദ്ദേശിച്ചത് നടക്കാതെ വന്നപ്പോൾ സിനിയെയും അവന് വേണ്ടാതെയായി. ഒപ്പം മറ്റു സ്ത്രീകളെ സമീപിക്കാൻ തുടങ്ങി ജോസഫ്. ഇതെല്ലാം അച്ഛൻ ജോർജിന് അറിയാമെങ്കിലും അവനെ കാണാനോ സംസാരിക്കാനോ തയ്യാറായിരുന്നില്ല ജോർജ്. സിനിയെ നിന്ന് ഉപേക്ഷിച്ചു വരുന്നോ അന്നേനി താൻ അവനെ കാണുന്നുള്ളെന്ന് തീരുമാനിച്ചിരുന്നു ജോർജ് മുതലാളി. ചാരുവിനെ കിട്ടാതെ സിനി ഉപേക്ഷിക്കില്ലെന്നുള്ള വാശിയിലാണ് ജോസഫ് നിന്നിരുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് ആര്യ നാട്ടിലേക്ക് വരുന്നതും ബാക്കി കാര്യങ്ങൾ നടന്നതും. ഏത് നേരത്താണോ എന്തോ ഇയാളുമായി അടുപ്പമുണ്ടാക്കാൻ തോന്നിയത്. ആര്യ ആരോടൊന്നില്ലാതെ പുറകുറുതു. അപ്പോഴേക്കും തന്റെ അരികിൽ ഒരു പ്രായം കൂടിയ മനുഷ്യൻ വന്നിരുന്നു. ആര്യ അയാളെ ഒന്ന് നോക്കി. പ്രായമേറെയുണ്ടെങ്കിലും അതിലേറെ ഗാംഭീര്യമുള്ള ഒരു മനുഷ്യൻ. കണ്ടാൽ ജോസഫിന്റെ അതേ മുഖച്ഛായ. ഞാൻ ജോസഫിന്റെ അച്ഛനാണ്. അയാളുടെ ഗൗരവമേറിയ ശബ്ദം കേൾക്കെ ആര്യ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴും ജോർജ് മുതലാളിയുടെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഏരണം കെട്ടവൾ ഒന്ന് പോയല്ലേ. ജോർജിന്റെ ശബ്ദം അലർച്ച പോലെയായിരുന്നു. ആര്യ ഒന്ന് പേടിച്ചു. അവൾ പേടിയോടെ അതിൽ നിന്ന് തലയാട്ടി. ചുറ്റും കൂടിയിരുന്നവർ അയാളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഏൽക്കാത്ത മട്ടിൽ അയാൾ എഴുന്നേറ്റു. പതിയെ മകനെ കിടത്തിരിക്കുന്ന ഐസിയുവിന് മുൻപിൽ നിന്ന് പോയി ചെറിയ ക്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കി. അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. സിനിയോടുള്ള പക അയാൾ നുരഞ്ഞു പൊന്തി. നേരെ സന്ധ്യ കഴിഞ്ഞു. ചാരു സ്കൂളിൽ നിന്ന് വന്ന പടി കുളി കഴിഞ്ഞ് രാത്രിയിലേക്ക് കഴിക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. പെട്ടെന്നാണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ഈ നേരത്തെ ഇതാരാണ്? ചാരു സംശയത്തോടെ ചിന്തിച്ചു. അപ്പം പിന്നെയും ജോസഫ് ആയിരിക്കുമെന്ന പേടിയും നിറഞ്ഞു. അവൾ ഗ്യാസ് ഓഫ് ചെയ്ത് പതിയെ ഹാളിലേക്ക് വന്ന് കട്ടൻ മെല്ലെ മാറ്റി നോക്കി. വിയർത്ത് കുളിച്ചു നിൽക്കുന്ന തന്റെ ചേച്ചിയെ കണ്ടതും അവൾ പെട്ടെന്ന് കതക് തുറന്നു. ചേച്ചി എന്നാ ഇവിടെ? അവൾ ചേച്ചിയെ അകത്തേക്ക് കൊണ്ടുവന്ന് ചോദിച്ചു. ജോസഫിന്റെ കാര്യമൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. എനിക്ക് നീ കുറച്ച് വെള്ളം താ. ചേച്ചി ആവശ്യതയോടെ കസാരയിലേക്ക് ചാഞ്ഞിരുന്നു. ചാരു വേഗം പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. അവർ അത് മുഴുവനും കുടിച്ചു തീർത്തു. അയാൾ ചാവാറായി കിടക്കുകയാണ്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അവർ ചിരിയോടെ ചാരുവിനെ നോക്കി. ചാരു മനസ്സിലാവാതെ നിന്നതേയുള്ളൂ. ചേച്ചി പൊട്ടിച്ചിരിയോടെ ജഗ് മേശമേൽ വെച്ചു. അവിടെ കണ്ണുകൾ വല്ലാതെ ക്രൂരമായി തോന്നി ചാരുവിന്. അയാൾ ചാവാനായി കിടക്കുക മോളെ. അയാൾ വണ്ടി അപകടത്തിൽപ്പെട്ട് ചാവാനായി കിടക്കുക. സിനി പൊട്ടിച്ചിരിച്ചു. ചാരു ഞെട്ടലോടെ കേട്ടു നിന്നു. മാളൂട്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആശ. അമ്മയും മല്ലിയും അടുക്കളയിൽ രാത്രിക്കുള്ളത് തയ്യാറാക്കുകയാണ്. ടിവിയിൽ നിന്ന് ഏതോ സീരിയലിന്റെ സംസാര ശകലം കേൾക്കാം. മാളൂട്ടി ഉറങ്ങാതെ അവളെ തോളിൽ സുഖം പറ്റി കിടക്കുകയാണ്. അപ്പോഴാണ് മനു പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആശ കണ്ടത്. അവനെ നോക്കി പുഞ്ചിരിച്ചു ആശ. മനു തിരിച്ചൊന്ന് ചിരിച്ചുകൊണ്ട് അരബിത്തിയിൽ കയറിയിരുന്ന പുറത്തേക്ക് നോക്കി. ഇന്ന് വൈകിട്ട് വന്നവരിൽ ആ കൈലിമുണ്ടെടുത്ത പയ്യൻ ഏതാശയെ? മനുവിന്റെ ചോദ്യം കേട്ടതും സിച്ചിട്ടതുപോലെ ആശ നിന്നു. അവൾ പതിയെ തിരിഞ്ഞിരുന്ന മനുവിനെ പതർച്ചോടെ നോക്കി. അത് വിച്ചേട്ടൻ ഇവിടെ അടുത്തുള്ളതാ. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്നിട്ട് ഇടം കഞ്ഞിട്ട് അവനെ ഒന്ന് നോക്കി. വിച്ചു പയ്യൻ കൊള്ളാം. മനു ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി. അവൾ വിളറി വെളുത്തു പോയി. അവളെ നിൽപ്പ് കാണെ മനു ചുണ്ടിൽ ചിരി ഒളിപ്പിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. ആശ ഇപ്പൊ ബോധം കെടുമെന്ന അവസ്ഥയിൽ അങ്ങനെ തന്നെ നിന്നു. ചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചാരു സിനിയുടെ ഇരുത്തോളിലും കുലുക്കിക്കൊണ്ട് ചോദിച്ചു. സിനി കരഞ്ഞു പോയിരുന്നു. ജോസഫിന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. സിനി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു. ചാരുവിന് അതൊരു ഞെട്ടലായിരുന്നു. അയാളെ ആരോ കൊല്ലാൻ ശ്രമിച്ചെന്നോ? ആരാണെന്ന് ഊഹിക്കാൻ കഴിയില്ല. കാരണം അത്രയ്ക്ക് ദ്രോഹം അയാൾ പലരോടും ചെയ്തിട്ടുണ്ട്. എനിക്കിനി വയ്യ മോളെ അയാളെ സഹിച്ചു ജീവിക്കാൻ. ഞാൻ പരാതി കൊടുക്കാൻ പോവാണ്. സിനി തീരുമാനിച്ചുറപ്പിച്ച പോലെ പറഞ്ഞു. ചാരുവിന്റെ പുരുകൻ ചുളിഞ്ഞു. എന്ത് പരാതി? അവൾ സംശയത്തോടെ നോക്കി. നമ്മുടെ അച്ഛനെ അയാളാണ് കൊന്നത് മോളെ. കഴിഞ്ഞ ദിവസം അയാളുടെ വയലിന് കേട്ടതാണ് ഞാൻ. സിനി കണ്ണുകളൊട്ടി ചാരുവിനെ നോക്കി. ചാരു സ്തംഭിച്ചു പോയി. അച്ഛനെ? ചാരു അവിശ്വസനീയതയോടെ സിനിയെ നോക്കി. അന്ന് അയാൾ എത്ര നല്ല സ്നേഹമുള്ള മരുമകനായിരുന്നു അച്ഛന്. സിനിക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞ് അച്ഛൻ വലിയ താല്പര്യമില്ലാതെയാണ് വിവാഹത്തിന് സമ്മതിച്ചത്. അമ്മയില്ലാത്ത 2 മക്കളെയും അച്ഛനാണ് വളർത്തിയത്. അച്ഛനും അമ്മയും അനാഥരായിരുന്നു. ഇരുവരുടെയും സ്നേഹവിവാഹവും. അതുകൊണ്ട് തന്നെ പറയത്തക്ക ബന്ധുക്കൾ തങ്ങൾക്കില്ല. ചാരു ജനിച്ച് 1 വർഷം കഴിഞ്ഞതോടെ അമ്മ മരിച്ചുപോയി. പിന്നീട് അച്ഛനാണ് വളർത്തിയത്. മകൾക്കൊരു പ്രണയമുണ്ടെന്നറിഞ്ഞപ്പോൾ ആദ്യം വിസമ്മതിച്ചു. പക്ഷെ ജോസഫ് സിനിക്ക് വേണ്ടി വീട് വിട്ടിറങ്ങി വന്നതോടെ അച്ഛന് സമ്മതിക്കേണ്ടി വന്നു.
ജോസഫിന് നാട്ടിൽ അത്ര നല്ല പേരില്ലെങ്കിലും സിനി അവന് ജീവനായിരുന്നു. എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അച്ഛനും അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ എല്ലാം ജോസഫിന്റെ കുതന്ത്രമാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അയാൾ ആരും അറിയാതെ അച്ഛനെ കൊന്നുകളഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ നെഞ്ചുവേദനയുമായി അച്ഛനെ കൊണ്ടുപോയ രംഗം ഇപ്പോഴും ചാരുവിന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിന്നിരുന്ന തങ്ങളുടെ അടുത്തേക്ക് വെള്ള പൊതിച്ച ശരീരമാണ് വന്നത്. ആ കാഴ്ച മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. അയാൾ ചാവരുത്, നരകിച്ച് ചാവണം അയാൾ. ചാരു സിനിയെ നോക്കി. സിനി തിരിച്ചും. ഇരുവരുടെയും മുഖം വലിഞ്ഞു മുറുകി ചോര ചുവന്ന് കിടന്നു.